നമ്മൾ ഇന്ന് ഡെയ്മ ലൈഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ഇട്ടിരുന്നില്ലേ ഡെയ്മ ലൈഫ് ചെയ്യോ, ഈറ്റിംഗ് ചലഞ്ച് ചെയ്യോ. ഈറ്റിംഗ് ചലഞ്ചൊക്കെ പുറകെ വരും, പക്ഷെ നമുക്ക് ഡെയ്മ ലൈഫ് ചെയ്യാം. ഈറ്റിംഗ് കാർഡായിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു കാഴ്ച വൈബ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചോട്ടെ, അത് എടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ നമുക്ക് ബീച്ച്, അതായത് നമ്മൾ കടപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ബീച്ചിലേക്ക് പോയാലോ? ഹൈ ഗൈസ്, നോക്കിയാൽ നേരെ ഹലോ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് ചെറു സമയം കിട്ടുമ്പോഴൊക്കെ ആയിരുന്നു വീഡിയോയിൽ. അപ്പോൾ നമുക്കിനി ബീച്ചിലേക്ക് പോവേ. അപ്പോൾ ഗൈസ്, ഒരാൾ പോകുന്നൊക്കെ ഇതാണ് നമ്മുടെ ക്യാമറമാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മല, കാട്, പിന്നെ കടൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ ഗൈസ്. കാരണം നല്ല ഇവിടെയൊക്കെ ഭയങ്കര ചളി പിടിച്ച് നടക്കാണ്, മഴയൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ കുഴപ്പമില്ല. നിങ്ങളുടെ അവിടെ മഴയാണോ വെയിലാണോ? ഇപ്പോൾ ഇവിടെ നല്ല വെയിലാട്ടോ, അതുകൊണ്ട് ഇപ്പോൾ ഈ റീസണൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടാണെങ്കിൽ നമുക്കൊന്ന് ബീച്ചിലേക്ക് പോവേ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ പടിഞ്ഞാട്ട് എത്താൻ പോവുകയാണ്. പടിഞ്ഞാറെത്തുണ്ട് കേട്ടോ. ഇവിടേക്ക് നല്ല രസമാണ്, നല്ല വൈബിങ് ആണ്. പക്ഷേ നമ്മൾ വല്ലപ്പോഴും കൂടെയൊക്കെ വരാറുള്ളൂ. പിന്നെ എന്താണെന്നറിയോ, ഞങ്ങൾ അങ്ങനെ അത്രക്കൊന്നും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് നല്ലൊരു വൈബ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ്. ഞങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നിങ്ങൾ എന്താ കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കാണുന്ന ടൈമും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഗൈസ്, പടിഞ്ഞാട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു കുട്ടിപ്പട്ടാളത്തിനെ കാണിച്ചു തരാം കേട്ടോ. ഇതായി നോക്കി, ഞങ്ങളുടെയൊക്കെ ഓരോ കലാപരിപാടികളാട്ടോ. നമുക്ക് അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ബീച്ചെത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഡെയ്മ ലൈഫ് കുഞ്ഞൊരു കഥയൊക്കെ നമ്മുടെ കളിസ്ഥലവും അതുപോലെ ഷെഡും അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് എത്തുന്നത് കേട്ടോ. കുറച്ചുകൂടി നടക്കണം കേട്ടോ, കുറച്ചുകൂടി നടക്കണേ. ഗൈസ്, നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. കുട്ടിപ്പട്ടാളത്തിലേക്ക് എഴുതി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള കുട്ടികളെയൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഒരു പ്രശ്നമായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് പരിഹരിക്കാൻ പോവാവേ. ഇതാ നോക്ക്, അങ്ങോട്ട് പോവാം, നമുക്ക് കളിസ്ഥലത്തേക്ക് പോവാം. പാരാദ്യം കൊണ്ട് വന്നിരിക്കാം കേട്ടോ കുട്ടി. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ടൊക്കെ ബീച്ച് കാണിച്ചു തരാവേ. അങ്ങനെ പടിഞ്ഞാറെത്തിയപ്പോൾ നമ്മൾ എന്നത്തേം പോലെ നമ്മുടെ കുഞ്ഞിക്കുരുന്നിനെയൊക്കെ കണ്ടു കേട്ടോ. ഗൈസ്, നമുക്ക് അവരെ കൊണ്ടൊരു ഹായ് പറയിപ്പിച്ചാലോ? ഗൈസ്, അങ്ങനെ നമ്മുടെ ബീച്ച് എത്തിയിട്ടോ. നമ്മൾ കളിക്കണ കൂടാരം കേട്ടോ ഇത്. നിങ്ങളുടെ അവിടെ ഉണ്ടോ ഇങ്ങനെയുള്ള കൂടാരമൊക്കെ? എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ട് അങ്ങോട്ട് ക്യാമറ കാണിക്കേ. ഇതാ നോക്കി, 2 കുട്ടിപ്പടകളും നിൽപ്പുണ്ട്. പക്ഷെ ഇതാ നല്ല വൈബല്ലേ ഗൈസ്. ഇപ്പം നല്ല വെയിലായതുകൊണ്ടാണ് അങ്ങോട്ട് ഞങ്ങൾ പോകാത്ത കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന ഒരു കുടിലുണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്ക് കയറിയാലോ? അപ്പോൾ ഇതാണ് ആ കുടില്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. വാ, നാണില്ല, നാണൊക്കെ ഇടുന്നെങ്കിലാ. അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. അവരുടെ പേര് പറഞ്ഞു കൊടുത്തതെന്ന് സ്നേഹൻ. അപ്പോൾ എനിക്ക് ഈ കൂട്ടുകാർ ഇങ്ങനെ ഉണ്ടോ, ബെസ്റ്റീസ് ഒക്കെ പോലെ. അപ്പോൾ നമ്മളെല്ലാവരും ബെസ്റ്റീസാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതുപോലെ ഞങ്ങളിവിടെ കളിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഡെയ്മ ലൈഫിൽ കുറേ പേര് കമൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എന്ത് ഞങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ കുട്ടികളാട്ടോ. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഓക്കെ. അതിനുശേഷം എന്താ കൂടാരത്തിലേക്ക് കയറുവാണ് ഞങ്ങൾ കളിഞ്ഞു. അങ്ങനത്തെ ഗൈസ്, വിശാലമായ ഒരു കുഞ്ഞു കുടിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം പൊട്ടി തകർന്നു കേട്ടോ. കാരണം ഇത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇത് എന്താ മഴയൊന്നും വീണ കൊള്ളില്ല കേട്ടോ. പക്ഷെ ഇത് പൊട്ടി തകർന്നുകൊണ്ട് തന്നെ അത്ര മനോഹരമൊന്നും ഇല്ല കാണാനും. ഇതിൽ നല്ല രസമാണ്. കുഞ്ഞു കുടിലാണെങ്കിൽ ഇരിക്കാനും നല്ല വൈബൊക്കെ കേട്ടോ. നിങ്ങളവിടേക്ക് ഇതുപോലെ കുടിൽ കെട്ടി കളിക്കുന്നവരൊക്കെ ഉണ്ടോ? എങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞിക്കുട്ടി. പേരെന്ന് പറഞ്ഞിടത്തേ ഉണ്ടോ? നാണാട്ടോ, പാവമാണ് ഈ കുട്ടി. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞിക്കുട്ടി നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതാ ഓരോരുത്തരും ഇവിടെ ഉണ്ട്. അടുത്ത ആളുടെ പേര് പറഞ്ഞു കൊടുത്തേ. ഇത് കാളാണ്, പത്തിലാട്ടോ. പറഞ്ഞോളൂ പേര്. അപ്പോൾ ഞങ്ങളുടെ പേരറിയോ? എൻ്റെ പേര് ജോസ്ന എന്നാട്ടോ. JAV ഇവിടെയുടെ ഫുൾ നെയിം എന്താണെന്നും ഇവിടെയുള്ള കുറച്ച് പേര് വെച്ചിട്ടുണ്ടായിരുന്നു. JAV ഇവിടെയുടെ ഫുൾ നെയിം ജോസ്ന അൽവിന എന്നാണ്. അപ്പോൾ അതാ നിൽക്കുന്ന പുള്ളിക്കാരത്തിൻ്റെ പേരാട്ടോ അൽവിന.